ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളൊന്ന് നോക്കുന്നത് സമ്മർ സ്ലാം, മൈ എക്സ്പെക്റ്റേഷൻ, സമ്മർ സ്ലാമിനെ കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. WWE വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ടോപ്പ് 5 പേപ്പർ വ്യൂകളിലൊന്നാണ് സമ്മർ സ്ലാം എന്നത്. അതായത് റെസിൽമേനിയയും റോയൽ റംബിളും കഴിഞ്ഞാൽ ഏറ്റവും വലിയ പേപ്പർ വ്യൂ എന്ന് പറയുന്നത് സമ്മർ സ്ലാം ആയിരിക്കും. വർഷത്തിലൊരിക്കലാണ് ഇത് നടത്തുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും ഈ സമ്മർ സ്ലാം നടത്തുന്നത്. ഈ വർഷത്തെ സമ്മർ സ്ലാം എന്നത് ഓഗസ്റ്റ് 3 അമേരിക്കയിലും, അതായത് ഓഗസ്റ്റ് 3 അവിടെ നടക്കും. ഓഗസ്റ്റ് 4 നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കുക. ഓഗസ്റ്റ് 4 വെളുപ്പിനെ 4:30 നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത് സമ്മർ സ്ലാം. ഈ വർഷത്തെ സമ്മർ സ്ലാമിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് CM Punkന്റെ മാച്ചാണ്. കാരണം CM Punk WWE റിട്ടേൺ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാച്ച് ഈ സമ്മർ സ്ലാമിലാണ് നടക്കുന്നത്. റെസ്ൽമേനിയയിൽ അദ്ദേഹത്തിന് മാച്ച് ഉണ്ടായിരുന്നു, പക്ഷേ ഇഞ്ചുറി കാരണം അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാച്ചായിരിക്കും ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. CM Punkും ഡ്രൂ മാക്കൻഡയറും തമ്മിലുള്ളൊരു മാച്ച് വളരെ നല്ലൊരു ഹൈപ്പോട് കൂടിയ അല്ലെങ്കിൽ വളരെ നല്ലൊരു സ്റ്റോറി ലൈനായിരുന്നു. വളരെ നല്ലൊരു ഫ്യൂഡും വളരെ നല്ലൊരു സ്റ്റോറി ലൈനുമായിരുന്നു. ഈ മാച്ച് ഒന്നുകൂടെ അട്രാക്ഷൻ ആക്കുന്നത് സെത്ത് റോളൻസിൻ്റെ സാന്നിധ്യമാണ്. സെത്ത് റോളൻസ് ആണ് സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ട് സെത്ത് റോളൻസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മാച്ച് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു CM Punkന്റെയും ഡ്രൂ മാക്കൻഡയറിൻ്റെയും. ഈ ഒരു മാച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ശ്രദ്ധേയമായ മാച്ച് എന്ന് പറയുന്നത് കോഡി റോഡ്സും സോളോ സിക്കോയും തമ്മിലുള്ള ആ ഒരു മത്സരമാണ്. ബ്ലഡ് ലൈനിൻ്റെ സോളോ സിക്കോവയും തമ്മിലുള്ള ആ ഒരു മത്സരം, കോഡി റോഡ്സും സോളോയും തമ്മിലുള്ള ആ ഒരു മത്സരമാണ് അണ്ടർസ്പീഡ് ചാമ്പ്യൻഷിപ്പ് മത്സരം. അപ്പോൾ അതിനുശേഷം പിന്നെയുള്ളത് ഡാമിൻ പ്രിസ്റ്റും കുന്തറും തമ്മിലുള്ള വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പും, പിന്നെ പിന്നെ ബാക്കിയുള്ള മത്സരങ്ങൾ. പക്ഷേ ഈ 3 മത്സരങ്ങളാണ് നമുക്കൊരു ശ്രദ്ധേയമായ മത്സരം എന്ന് പറയാം. പ്രത്യേകിച്ച് CM Punkന്റെ മത്സരമാണ് ഒന്നുകൂടെ നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു മത്സരം എന്ന് പറയുന്നത്. മറ്റ് സമ്മർ സ്ലാമുകളെ വെച്ച് നോക്കുമ്പോൾ അത്ര ആവറേജ് ഒരു സമ്മർ സ്ലാമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേണ്ടത്ര മാച്ചുകളും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല സ്റ്റോറി ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോവുകയാണ്. പിന്നെ ഒരു എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് അത് സംഭവിച്ചാൽ വളരെ നല്ലതായിരിക്കും. എല്ലാവരും റൂമേഴ്സൊക്കെ ഒരുപാട് പുറത്തു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ റിട്ടേൺ, റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ സമ്മർ സ്ലാമിൽ ഉണ്ടാകുമെന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് ഒന്നൊന്നര വരവായിരിക്കും, ഒന്നൊന്നര റിട്ടേൺ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചുകൊണ്ടൊരു വരവായിരിക്കും അദ്ദേഹം വരുമ്പോഴും. കാരണം എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. കാരണം റെസിൽമേനിയ കഴിഞ്ഞ് ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടേണിന് വേണ്ടി എല്ലാവരും ആകാംക്ഷയുടെ വേൾഡ് ഫാൻസ് എല്ലാം ഇങ്ങനെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ ഒന്ന് കാണുവാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ്, അദ്ദേഹം റിട്ടേൺ ആയ സമ്മർ സ്ലാം വേറെ ലെവലിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് റിട്ടേണിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സമ്മർ സ്ലാമിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം, വെയിറ്റ് ആൻഡ് സീ. അദ്ദേഹത്തിൻ്റെ റിട്ടേൺ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു മരണമാസ സംഭവമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹം ഉള്ളപ്പോൾ, അദ്ദേഹം ചാമ്പ്യൻ ആയത് തന്നെ 2020 അദ്ദേഹത്തിൻ്റെ ലോങ്ങസ്റ്റ് റെയിൻ ചാമ്പ്യൻ ആയത് തന്നെ 2020 സമ്മർ സ്ലാമിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം റെസിൽമേനിയയിലാണ് തോന്നുന്നത് 2024. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ കൊണ്ടുവരുവാണെങ്കിൽ വീണ്ടും WWE ഒന്നുകൂടെ ഒരു ബൂസ്റ്റ് ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹം പോയി കഴിഞ്ഞതോടുകൂടി സ്റ്റോറി ലൈനുകളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഒരു മെല്ലെ ഒരു പോക്കാണ്, ബോറിംഗ് ആയി തുടങ്ങിയിരിക്കുന്നു, ലാഗും പിരടിയൊക്കെ ആയിട്ട് തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു റെസ്ലിങ്ങിനൊരു ഇതുള്ളൂ, ഗുമ്മുള്ളൂ എന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം വന്നാൽ മരണമാസമായിരിക്കും. നല്ലൊരു സമ്മർ സ്ലാം മൂവ്മെൻറ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ട്രൈബൽ ചീഫ് റോമൻ റെയിൻസ്. പിന്നെ എടുത്തു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ് റിട്ടേൺ ആയിരിക്കുമെന്നാണ് പറയുന്നത്. കാരണം 2024 സമ്മർ സ്ലാമിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഹീൽ ടേൺ ആയിരുന്നു 2020 ആ ഒരു സമയത്തൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഫേസ് ടേൺ ആയിരിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഒത്തിരി വർഷങ്ങളായി അദ്ദേഹം ഫേസ് ക്യാരക്ടർ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ അതും ആരാധകരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വരവിന് വേണ്ടി. രാജാവിൻ്റെ എൻട്രിക്ക് വേണ്ടി പ്രജകൾ കാത്തിരിക്കുന്നെന്ന് പറഞ്ഞ പോലെ WWE ഇപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ WWE പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അത്ര കപ്പാസിറ്റിയുള്ളൊരു ഫാൻസ് പവറുള്ളൊരു മനുഷ്യനാണ് റോമൻ റെയിൻസ് എന്നത്. അപ്പോൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് മറ്റു മാച്ചുകളേക്കാൾ ഉപരി CM Punkന്റെ ഒരു മാച്ചും പിന്നെ റോമൻ റെയിൻസിൻ്റെ റിട്ടേണുമാണ് എല്ലാവരും ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം, വെയിറ്റ് ആൻഡ് സീ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.